നമ്മ ഇവിടെ വന്നിട്ട് നമുക്കൊരു കട്ടിക്കും കിടാങ്ങൾക്ക് തൊണ്ടക്ക് ഭയങ്കര പ്രയാസം വെള്ളം സമയത്ത് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ വൈപ്പിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അവിടെയും വെള്ളത്തിന് ക്ഷാമമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതപ്പോ വേണമെന്നുള്ളതിൽ അമ്മ വൈഫ് പറഞ്ഞ് അവ നിർബന്ധം ആക്കിയ കേസ്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ ആദ്യത്തേലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. കുടിച്ചപ്പോഴും ഉണ്ട്, തൊണ്ടക്ക് നല്ലൊരു ഇത് തോന്നിക്കുന്നുണ്ട് പുതിയതായിട്ട്. ഇങ്ങനെ അതിൻ്റെ ഒരു വർഷത്തും വെള്ളം അപ്പൊ വേറെ കോമാറെല്ലാം ആഴ്ചയിൽ 4 വാങ്ങിയാണ്. ആഴ്ചയിൽ 4 വെച്ച് മേടിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ അതാണ് റോട്ടിന്ന് ചോന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ വിളിക്കും നമ്മൾ കൊടുക്കും. പല വരാനല്ല. ഇതിപ്പോ 60 രൂപ 70 രൂപ ആവും. കല്യാണ വീടുകളിൽ ബോട്ടിൽ ചെറിയ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കൂലേ, അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി പിന്നെ തോന്നി. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമൗണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നതേ പുത്തൻവേലിക്കര. പുത്തൻവേലിക്കര എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ കടവിൽ നിന്ന് നമ്മൾ നേരെ കുരിശിങ്ങിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു സൈറ്റ് വന്നിരിക്കുന്നത്. വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു RO വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മുടെ അടുത്തേക്ക് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുമ്പോൾ മിസ്റ്റർ ആനിജാന്റെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ആനിജാന്റെ കൂടി ഇല്ല, ആനിജാനെ പുറത്തേക്ക് പോയിക്കാണ്. അപ്പം നമുക്ക് 9 ലിറ്ററിന്റെ ഒരു വാട്ടർ പ്യൂരിഫയർ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്യൂരിഫയറിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു പ്രീ ഫിൽറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വിശേഷമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കുഞ്ഞു വീഡിയോ ആയിരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ വെസൽ ഫിൽട്രേഷന്റെയും ഇതേപോലെ വാട്ടർ പ്യൂരിഫിക്കേഷന്റെയും വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയായാലും നമ്മൾ ഒന്നത് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നേരെ വർക്കിലേക്ക് ബൈ. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു 5 മൈക്രോണിന്റെ ഒരു സെഡിമെന്റ് ഫിൽറ്ററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സെഡിമെന്റ് ഫിൽറ്ററിന്റെ ആ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്യൂരിഫയറിലേക്ക് വെള്ളം കയറുന്നു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി, എല്ലാ വർക്കുകളും കഴിഞ്ഞ് നമ്മളിവിടെ നീങ്ങാണ്. അപ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സലന്റ് ക്വാളിറ്റിയാണ്, യൂണിറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ കസ്റ്റമർക്കും അത് ബോധ്യപ്പെട്ടേക്കാണ്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആനണി ചേട്ടനാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആള് ആദ്യം നമ്മൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല, ആള് പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ ആള് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം, അദ്ദേഹത്തിന് വർക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തായിരുന്നു ഇവിടുത്തെ ബുദ്ധിമുട്ട്.
വെള്ളത്തിന് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ബുദ്ധിമുട്ട് എന്താണ്, ഇപ്പൊ എങ്ങനെയാണ്, അത് ആൾക്ക് ഇഷ്ടപ്പെട്ടോ ഹാപ്പി ആണോ എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ അനുജനോട് ഉണ്ട്, അദ്ദേഹത്തിന് നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അനുജേട്ടാ വായോ. നമസ്കാരം. എങ്കിലും തിരിഞ്ഞു നോട്ടെ, നമ്മുടെ പ്രേക്ഷകരൊന്ന് കണ്ടോട്ടെ. അതാണ് നമ്മുടെ അനുജേട്ടൻ. അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞു അനുജേട്ടാ. അപ്പൊ വർക്ക് കഴിഞ്ഞു, എന്താണ് പറയാനുള്ളത് അനുജേട്ടൻ? എന്തായിരുന്നു നമ്മുടെ ആദ്യത്തെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മ ഇവിടെ വന്നിട്ട് നമുക്കൊരു കട്ടിക്കും പിന്നെ കിടാങ്ങൾക്ക് തൊണ്ടക്ക് ഭയങ്കര പ്രയാസം. വെള്ളം എനിക്ക് സമയത്ത് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ വൈപ്പിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അവിടെയും വെള്ളത്തിന് ക്ഷാമമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതപ്പോ വേണമെന്നുള്ളതിൽ വൈഫ് പറഞ്ഞ് അപ്പൊ നിർബന്ധം ആക്കിയ കേസ്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ ആദ്യത്തേലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. ഈ കുടിച്ചപ്പോഴും ഉണ്ട്, തൊണ്ടക്ക് നല്ലൊരു ഇത് തോന്നിക്കുന്നുണ്ട് പുതിയതായിട്ട് ഇങ്ങനെ അതിന്റെ ഒരു. അപ്പൊ ഞങ്ങളുടെ അടുത്താണ് എന്ന് പറഞ്ഞാൽ പുത്തമ്പരിക്കലും പുള്ളിയും ഇവിടെയാണ് മറ്റേ ഈ മാളവന അത്ര വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഒരു കൂടി വന്നാല് 4 കിലോമീറ്റർ 5 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതിപ്പോ വേറെ 2 വീടുകളിൽ വെച്ചിട്ട് അവിടെ ഞാൻ പണിക്ക് വന്നു കഴിഞ്ഞപ്പോ അവര് ജോയിന്നർ ചേട്ടനായിട്ട്, അത് വാഴപ്പള്ളി ജോയി ചേട്ടൻ എന്ന് പറയും, പുള്ളി വഴിയായിട്ടാണ് ഈ നമ്പർ തന്നെ തന്നതും ഞാനവിടെ ചെന്ന് നോക്കാൻ ഇടവന്നത്. അപ്പൊ നമുക്ക് വളരെ സന്തോഷമായിട്ട് ഇരിക്കണം. നമുക്ക് ഉപകാരമാണ്, കാരണം 3 പിള്ളേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വയസ്സിന് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ വർഷത്തും വെള്ളം അപ്പൊ ഈ പറയാൻ കോമ്പാറെല്ലാം 4 വാങ്ങിക്കണേ. 4 വാങ്ങിച്ചിരി. കോമ്പാറ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നമ്മുടെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് കമ്പനി ഉണ്ട് ഇവിടെ. അവര് വേണ്ട കുഴപ്പമില്ല, 20 ലിറ്ററിന്റെ ചെറിക്കാൻ അവര് ഇങ്ങനെ എല്ലാ വീടുകളിലും സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വെള്ളത്തിന്റെ മിനറൽ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അവിടെ നിന്ന് ഇവര് എല്ലാ ദിവസവും അല്ലേ ചേട്ടാ മേടിക്കുന്നത്? എല്ലാ ദിവസമാണോ 1-2 അറിയില്ല. ആഴ്ചയിൽ 4 വെച്ച് മേടിക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ അപ്പൊ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ വേറെ എക്സ്ട്രാ പൈസ വിളിക്ക് നമുക്ക് കൊടുക്കും. ഇതിപ്പോ 60-10 രൂപ 70 ആവും. അപ്പൊ ഇപ്പൊ പൈസ കൂടി അവിടെ ചോന്നുണ്ടല്ലോ അല്ല. ഇവിടെ ഹാപ്പി ആയില്ലേ? ഓക്കെ. ആള് നേരത്തെ ഇച്ചിരി കുളം വെള്ളം എടുത്ത് കുടിച്ച് നോക്കിയതാണ്ട. വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് കുടിച്ച് കാണിച്ചു കൊടുത്തു, നമ്മളുടെ പ്രേക്ഷകർക്ക് ഒന്ന് കുടിച്ച് കാണിച്ചു കൊടുത്ത വെള്ളം എടുത്തിട്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഇടിവെട്ടിന്റെ സമയത്ത് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഓഫ് ചെയ്തിടാം. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ ബോട്ടിൽ ചെറിയ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിക്കൂലേ, അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി പിന്നെ തോന്നി. ഓക്കെ ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്ന് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂന്നേ. നമുക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് അറിയാത്തവരും അതേപോലെ തന്നെ ഈ വക വർക്കുകൾ, അതായത് നമ്മുടെ ഈ പ്യൂരിഫിക്കേഷൻ്റെ ഫിൽട്രേഷൻ്റെ വർക്കുകൾ ആവശ്യം ഉള്ളവരുണ്ടാവും ഒരുപാട് പേര്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടണമെങ്കിൽ പെട്ടെന്ന്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഉപകാരമല്ലേ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.